വീട്ടിലിരുന്ന് സൗജന്യ പരിശീലനം നേടാം. LDC 2020 മെയ് 3 മുതൽ. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കുക www.ranhouse.in. 21ാം ചോദ്യം ഈ ക്വസ്റ്റ്യനെയറിലെ ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. I dashed my uncle's house in those days. Had used to visit, used to visit, was used to visit, am used to visit. നമ്മൾ കഴിഞ്ഞ 1-2 എക്സാമിനേഷൻ്റെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈസോ ഏമോ ആറോ വന്നതിന് ശേഷം യൂസ്ഡ് ടു വന്നാൽ ജെറണ്ടാണ് വേണ്ടത്. തെറ്റ്. വാസിന് ശേഷം യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വിസിറ്റ് വരില്ല. വിസിറ്റിംഗാ വരേണ്ടത്. ജെറണ്ടാണ് അവിടെ വരേണ്ടിയിരിക്കുന്നത്. തെറ്റ്. പാസ്റ്റിലെ പതിവിനെ കുറിക്കുന്ന ഓക്സിലറി വെർബാണ് യൂസ്ഡ് ടു. ഭൂതകാലത്തെ പതിവിനെ കുറിക്കുന്ന ഓക്സിലറി വെർബാണ് യൂസ്ഡ് ടു. I used to visit my uncle's house in those days. ആ കാലഘട്ടത്തിൽ ഞാൻ പതിവായി എൻ്റെ മാമൻ്റെ ഭവനം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ശരി ഉത്തരം. ഹാഡ് യൂസ്ഡ് ടു വിസിറ്റ് എന്ന് പറയുന്ന പ്രയോഗമില്ല. കാരണം യൂസ്ഡ് ടു ഓക്സിലറി ആണ്. മുന്നിൽ വീണ്ടും ഒരു ഓക്സിലറിയുടെ ആവശ്യമില്ല. അപ്പം ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരി ഉത്തരം. ഭൂതകാലത്തെ പതിവിനെ കുറിക്കുന്ന മോഡൽ ഓക്സിലറി ആണ് യൂസ്ഡ് ടു. ഐ യൂസ്ഡ് ടു വിസിറ്റ് മൈ അങ്കിൾസ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ്. ശരി ഉത്തരം ബി. 22ാമത്തെ ചോദ്യം. ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ബെനവലന്റ് യു വിൽ കോൾ ഹിം. ഒരു വ്യക്തി ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ബെനവലന്റ് അല്ലെങ്കിൽ. എന്തായാലും മാൽവലന്റ് എന്ന് പറയുന്ന ആൻസറാണ് ശരി. വയലന്റ് അല്ല, ഇറവറന്റ് അല്ല, അൺബെലവന്റ് അല്ല. ശരി ഉത്തരം മാൽവലന്റ് എന്താണ്? ബെനവലന്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മാൽവലന്റ്. സി ആണ് ശരി ഉത്തരം. 23ാമത്തെ ചോദ്യം ഈ സീരീസിൽ ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ആകുന്നു ഇത്. ടു പുട്ട് അപ്പ് വിത്ത് മീൻസ്. ടു പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ മീനിങ് എന്താണ്? 100 പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. എത്രയോ തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ടു ടോളറേറ്റ് എന്ന് പറയുന്ന സി ഉത്തരമാണ് ശരി. ആയതിനാൽ സി ആണ് റൈറ്റ് ഓപ്ഷൻ. 24ാമത്തെ ചോദ്യം. എ റെഡ് ലെറ്റർ ഡേ മീൻസ്. റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്ന യൂസേജിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? എ ബാഡ് ഡേ ആണോ? തെറ്റ്. സി എ ഡേഞ്ചറസ് ഡേ. തെറ്റ്. ബി എ ഹോളിഡേ. തെറ്റ്. ഇതാ അധികം ആൾക്കാരും ഉത്തരം എഴുതുന്നത്. കലണ്ടറിൽ കാണുമല്ലോ നമ്മൾ റെഡ് ലെറ്റർ ഡേ. എന്നാൽ എ ആണ് ശരി ഉത്തരം. എ മെമ്മറബിൾ ഡേ, ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ദിവസം. അതിനാണ് നമ്മൾ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ എ. 25ാമത്തെ ചോദ്യം. ദി വൺ വേർഡ് ഫോർ നോ ലോങ്ങർ യൂസ്ഡ് ഈസ്. നോ ലോങ്ങർ യൂസ്ഡ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ഏകപദം എന്താണ്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നതാണ് ചോദ്യം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമിനേഷനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തായാലും ഓറിയൻ്റൽ അല്ല. ഓറിയൻ്റൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ദി ഈസ്റ്റ് എന്നാണ്. ഓസിഡൻ്റൽ ദ വെസ്റ്റ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓറിയൻ്റൽ രാജ്യങ്ങളാണ്. പൗരസ്ത്യം
ദി ഈസ്റ്റ് എന്നാണ് അർത്ഥം. തെറ്റ്. ഒബ്സലേറ്റ് എന്ന് പറയുന്ന താണ് ശരി ഉത്തരം. ഒബ്സൊലേറ്റ്, ഒബ്സൊലേറ്റ്, ഒബ്സൊലേറ്റ്. പ്രചാരലുപ്തമായിട്ടുള്ളത്, പ്രചാരത്തിലില്ലാത്തത് എന്ന സി ഓപ്ഷനാണ് ശരി. ഏൻഷ്യൻ്റ്, പൗരാണികം, തെറ്റ്. അബ്സല്യൂട്ട് അറിയാം ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം സി ആണ്. ഒബ്സൊലേറ്റ് എന്നാണ് പ്രചാരലുപ്തമായിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം. സയൻസ് ഈസ് എ ബൂൺ ഇഫ് യൂസ്ഡ് ഫോർ ഗുഡ് ഡാഷ് ഇഫ് യൂസ്ഡ് ഫോർ ഡിസ്ട്രക്ഷൻ. സയൻസ് ഒരു അനുഗ്രഹമാണ് നമ്മളത് നല്ല കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഡാഷാണ് നമ്മൾ അതിനെ നാശത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ശരി ഉത്തരം എ ബെയിൻ എന്നാണ്. ഒരു ശാപമാണ്, ഒരു വിനാശമാണ് എന്നൊക്കെയാണ് അർത്ഥം. ഒരു വിനാശം. എ ശരി ഉത്തരമാണ്. ബി തെറ്റാണ്. പെയിൻ നമുക്കറിയാം, കണ്ണാടി ചില്ല് എന്നൊക്കെയാണ് അർത്ഥം. പെയിൻ. ബാം തെറ്റാണ്. നമുക്കറിയാം ബാമിൻ്റെ അർത്ഥം ലേപനം എന്നർത്ഥമുണ്ട്. ഓക്കെ, സന്തോഷിപ്പിക്കുക എന്നർത്ഥമുണ്ട്. ബൂം അഭിവൃദ്ധി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ശരിയായിട്ടുള്ള ആൻസർ എ ആണ്. ശാസ്ത്രം ഒരനുഗ്രഹമാണ്. നല്ല കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ അതൊരു വിനാശമാണ് നാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത്. എ ബെയിൻ എന്ന് പറയുന്ന ആൻസറാണ് ശരി ഉത്തരം. 27ാമത്തെ ചോദ്യം വൊക്കാബുലറിയെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണിത്. പദസമ്പത്ത്. സിൻസ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് പ്രാക്ടിക്കലി ഡാഷ് ഐ ക്യാൻ ഹാർഡ്ലി റീഡ് ഇറ്റ്. നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, കൈയക്ഷരം പ്രാക്ടിക്കലി ഡാഷ് ആയതിനാൽ ഐ ക്യാൻ ഹാർഡ്ലി റീഡ് ഇറ്റ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പ്രായോഗികമായിട്ട് ഡാഷ് ആയതിനാൽ ഇല്ലെജിറ്റിമേറ്റ്. ലെജിറ്റിമേറ്റിൻ്റെ ഓപ്പോസിറ്റാണ് നിയമപരമല്ലാത്തത്. തെറ്റ്. ഇൻഎലിജിബിൾ യോഗ്യതയില്ലാത്തത്. തെറ്റ്. ഹാൻഡ് റൈറ്റിംഗ് യോഗ്യതയില്ലാത്തത്. തെറ്റ്. എലിജിബിൾ യോഗ്യത ഉള്ളത്. തെറ്റ്. ഇല്ലെജിബിൾ വായിക്കാൻ പറ്റാത്തത്. ലെജിബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഇല്ലെജിബിൾ. അപ്പോൾ സിൻസ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് പ്രാക്ടിക്കലി ഇല്ലെജിബിൾ, നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇല്ലെജിബിൾ വായിക്കാൻ പറ്റാത്തത് കൊണ്ട് ഐ ക്യാൻ ഹാർഡ്ലി റീഡ് ഇറ്റ്, എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പറ്റുന്നില്ല, കഴിയുന്നില്ല എന്നർത്ഥം. ശരി ഉത്തരം ഡി ആണ്. ഇല്ലെജിബിൾ വായിക്കാൻ പറ്റാത്തത്. 28ാമത്തെ ചോദ്യം ഗ്രാമർ ഭാഗത്തുള്ളൊരു ചോദ്യമാണിത്. I will give you my telephone number dash to contact me in case you will need, in case you would need, in case you need, in case you may need. സത്യത്തിൽ ഇത് സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ പ്രസൻറ്റ് കോമ്പിനേഷനിലെ ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ഫ്യൂച്ചർ സിമ്പിൾ പ്രസൻറ്റ് കോമ്പിനേഷൻ. I will give you my telephone number in case you need. Simple future, simple present, you need. Subject plus V1. അതിലുപരിയായിട്ട് ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം എന്നൊരു നിയമമുണ്ട്. ഇൻ കേസ് വന്നാൽ ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ ഇൻ കേസിന് ശേഷം സിമ്പിൾ പ്രസൻറ്റ്.
ആയതിനാൽ ശരി ഉത്തരം സി ആണ്. എ, ബി, ഡി ഓപ്ഷനുകൾ തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. The word lunar is A or an dash. ലൂണാർ എന്ന് പറയുന്ന വാക്ക് താഴെ പറയുന്ന 4 ഓപ്ഷനിൽ എന്താണ്? ലൂണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ സംബന്ധിച്ച എന്നാണ്. ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം. ലൂണാർ ആരെ വിശേഷിപ്പിച്ചു? ഗ്രഹണത്തെ, എക്ലിപ്സിനെ. അപ്പം ലൂണാർ അവിടെ എന്താണ്? നാമവിശേഷണം. അപ്പോൾ അജക്റ്റീവ് എന്ന് പറയുന്ന ആൻസറാണ് ശരി ഉത്തരം. ലൂണാർ ചന്ദ്രനെ സംബന്ധിച്ച, സോളാർ സൂര്യനെ സംബന്ധിച്ച. അപ്പോൾ ലൂണാർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നൗണല്ല, വെർബല്ല, ഏഡ്വർബ് എന്ന് പറയുന്ന ക്രിയാവിശേഷണമല്ല, നാമവിശേഷണമാണ്. ആയതിനാൽ സി ആണ് റൈറ്റ് ആൻസർ. അഡ്ജക്റ്റീവ് ആണ് ലൂണാർ. ഈ ക്വസ്റ്റ്യനിയറിലെ 30ാമത്തെ ചോദ്യം. ഐ ഹാവ് മൈ ബെഡ്റൂം ഡാഷ് ഓൺ അപ്സ്റ്റേഴ്സ്, ഇൻ അപ്സ്റ്റേഴ്സ്, അറ്റ് അപ്സ്റ്റേഴ്സ്, അപ്സ്റ്റേഴ്സ്. ഇൻസൈഡ്, ഔട്ട്സൈഡ്, അപ് ടൗൺ, ഡൗൺ ടൗൺ, അപ്സ്റ്റേഴ്സ്, ഡൗൺ സ്റ്റേഴ്സ് ഇത്യാദി വാക്കുകളുടെ മുന്നിൽ പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഒന്നുകൂടി. അപ്സ്റ്റേഴ്സ്, ഡൗൺ സ്റ്റേഴ്സ്, അപ് ടൗൺ, ഡൗൺ ടൗൺ, ഇൻസൈഡ്, ഔട്ട്സൈഡ് ഇത്യാദി വാക്കുകളുടെ മുന്നിൽ പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എ പ്രപ്പോസിഷൻ ഉണ്ട്, തെറ്റ്. ബി പ്രപ്പോസിഷൻ ഉണ്ട്, തെറ്റ്. സി പ്രപ്പോസിഷൻ ഉണ്ട്, തെറ്റ്. ഡി പ്രപ്പോസിഷൻ ഇല്ല. ശരി ഉത്തരം ഡി ആണ്. ഐ ഹാവ് മൈ ബെഡ്റൂം അപ്സ്റ്റേഴ്സ്. 31ാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദി ഓപ്പോസിറ്റ് ഓഫ് വോസിഫറസ്. വോസിഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദാനമായ എന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡി തെറ്റാണ്. റംബസ് സമാനമായിട്ടുള്ള മീനിങ് ആണ്. ബുദ്ധിമുട്ടിക്കുന്ന ശബ്ദം. നോയ്സി അറിയാം, ശബ്ദാനമായ. ക്ലേമർ എന്ന് പറഞ്ഞാൽ അറിയാം, ശബ്ദാനമായ എന്നാണ് അർത്ഥം. അപ്പോൾ ബി, സി, ഡി ഇവയൊക്കെ വോസിഫറസിന് സിനോണിംസ് ആയിട്ടുള്ള സമാനമായിട്ടുള്ള മീനിങ് ആണ്. ചോദ്യം ഇവിടെ ഓപ്പോസിറ്റ് എന്താണ്? അപ്പോൾ വോസിഫറസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. ഫെയിൻറ്റ് എന്ന് പറയുന്നതാണ് ആൻസർ. ക്വസ്റ്റ്യൻ 32. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഡാഷ് their parents. 4 ഓപ്ഷൻ. get over, get through, get on, get round. get over എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം തരണം ചെയ്യുക എന്നാണ്. get through എന്ന് പറയുന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം എത്തിച്ചേരുക എന്നാണ്. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് നീങ്ങുക എന്നാണ്. ഗെറ്റ് ഓൺ, മുന്നോട്ടേക്ക് നീങ്ങുക. ഗെറ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണ്. ചിൽഡ്രൻ ക്യാൻ യൂഷ്വലി ഗെറ്റ് റൗണ്ട് ദിയർ പാരൻസ്. പ്രചോദനമാകുക, പ്രേരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആയതിനാൽ ശരി ഉത്തരം ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 33. സെലക്ട് the correct meaning of to die in harness. To die in harness എന്ന് പറയുന്ന വാക്യത്തിൻ്റെ മീനിങ് എന്താണ്?
A. To die on the job. B. To use the best. C. To die for a cause. And D. To be alert. ഇപ്പം ടു ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ജോലിയിൽ മരിക്കുക എന്നാണ്. ടു ഡൈ ഓൺ ദ ജോബ്. ആയതിനാൽ ശരി ഉത്തരം എ ആണ്, ടു ഡൈ ഓൺ ദ ജോബ്. ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, എ ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 34. ട്രാൻസ്ലേറ്റ് ദിസ് പാസേജ് ഫ്രം ഇംഗ്ലീഷ് ഡാഷ് ഹിന്ദി. പ്രപൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ട്രാൻസ്ലേറ്റ് ദിസ് പാസേജ് ഫ്രം ഇംഗ്ലീഷ് ഇൻ ടു ഹിന്ദി എന്നാണ്. ട്രാൻസ്ലേറ്റിന് ശേഷം ഇൻ ടു എന്ന് പറയുന്ന പ്രപൊസിഷനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ആയതിനാൽ ശരി ഉത്തരം എ ആണ്. ബി, സി, ഡി റോങ് ആൻസേഴ്സ് ആണ്. എ ആണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ 35. ദ വേർഡ് ഡെലിക്കസി മീൻസ് ബീയിങ്. ഡെലിക്കസി എന്ന് പറഞ്ഞാൽ അതിലോലമായിട്ടുള്ള സംവേദനത്വമുള്ള എന്നൊക്കെയാണ് അർത്ഥം, നമുക്കറിയാം. എന്തായാലും ഷൈ അല്ല, വീക്ക് അല്ല, സെൻസിറ്റീവ്, സംവേദനത്വമുള്ളത്. ശരി ഉത്തരം സി ആണ്. തിൻ ശരിയായ ഉത്തരമല്ല. ആയതിനാൽ ഡെലിക്കസി മീൻസ് ബീയിങ് സെൻസിറ്റീവ് എന്ന് പറയുന്ന സി ഓപ്ഷനാണ് ശരി ഉത്തരം. 36ാമത്തെ ചോദ്യം പ്രപൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. മങ്കി ലീവ്സ് ഡാഷ് ട്രീസ്. എവിടെയാണ് താമസിക്കുന്നത് മങ്കി? അപ്പോൺ തെറ്റാണ്, ബൈ തെറ്റാണ്, ഓൺ തെറ്റാണ്, ഇൻ ആണ്. ആ ബ്രാഞ്ചിൻ്റെ ഇടയിലൊക്കെയാണ് താമസിക്കുന്നത്. അതിനാൽ ഓണല്ല, ഇൻ ആണ്. മങ്കി ലിവ്സ് ഇൻ ട്രീസ് എന്ന് പറയുന്ന എ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 37ാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. A. 40. B. Separate. C. Secretary. D. Curriculum. ഇവിടെ ഓരോ സ്പെല്ലിംഗ് നമുക്ക് നോക്കാം. FOURTY അല്ല 40, FORTY ആണ്. യു ആവശ്യമില്ല, തെറ്റ്. ബി സെപ്പറേറ്റ്, SEPE അല്ല, SEPA ആണ് സെപ്പറേറ്റ്. ബി തെറ്റ്. കരിക്കുലം CURRI CULUM ആണ് കരിക്കുലം. ഡി തെറ്റ്. അപ്പോൾ ശരി സി ഓപ്ഷനാണ് സെക്രട്ടറി. ആയതിനാൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 38ാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ്. കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് ഏതാണോ അതിനെ പിക്ക് ഔട്ട് ചെയ്യുക. ഐ പ്രിഫർ കോഫി ദാൻ ടീ. ബി പൊളിറ്റിക്സ് ഹാവ് ഡിവൈഡഡ് ദ കൺട്രി. സി സൺ റൈസസ് ഇൻ ഈസ്റ്റ്. ഡി ഹി ഗോസ് ടു ബെഡ് അറ്റ് 10 in the night. ഏതാ ശരി ആയിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഐ പ്രിഫർ കോഫി ദാൻ അല്ല, കോഫി ടു. പ്രിഫറിന് ശേഷം ടു ആണ് യൂസ് ചെയ്യുന്നത്. ജൂനിയർ ടു, സീനിയർ ടു, ഇൻഫീരിയർ ടു, സുപ്പീരിയർ ടു, ആൻറ്റീരിയർ ടു, പോസ്റ്റീരിയർ ടു, പ്രിഫർ ടു, എൽഡർ ടു. പ്രിഫറിന് ശേഷം ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാൻ അല്ല. തെറ്റ്. പൊളിറ്റിക്സ് ഹാവ് ഡിവൈഡഡ് ദ കൺട്രി. പൊളിറ്റിക്സ് സിംഗുലർ ആണ്. എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇന്നിങ്സ്, മീസ്ലെസ് ഇവയൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ സിംഗുലർ ആണ്.
പൊളിറ്റിക്സ് ഹാവ് എന്നല്ല പറയുക, പൊളിറ്റിക്സ് ഹാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഏകവചന കർത്താവിന് ഏകവചന വെർബ്. പൊളിറ്റിക്സ് ഹാസ് ഡിവൈഡഡ് ദ കൺട്രി. ഹാവ് തെറ്റാണ്, ബി തെറ്റ്. സി സൺ റൈസസ് ഇൻ ഈസ്റ്റ് തെറ്റാണ്. പ്ലാനറ്റിൻ്റെ മുന്നിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. ദ സൺ റൈസസ്, ഡിക്കുകളുടെ മുന്നിലും ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്ന് വരണം. തെറ്റ്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. പ്ലാനറ്റിൻ്റെ മുന്നിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം, ഡിക്കുകളുടെ മുന്നിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരിക്കണം. തെറ്റ്. അപ്പോൾ ഏതാ ശരി? ഡി. ഹി ഗോസ് ടു ബെഡ് അറ്റ് 10 in the night എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. 39ാമത്തെ ചോദ്യം. ദ തീഫ് ran away from the crowd. ഡാഷ് he should be attacked. ഈ ചോദ്യത്തിൽ ശരിയായ ഉത്തരം ഏത്? ഫോർ ആണോ, ലെസ്റ്റ് ആണോ, സിൻസ് ആണോ, ഈഫ് ആണോ? ഇവിടെ ലെസ്റ്റ് ആണ് ശരിയായ ഉത്തരം. ദ തീഫ് ran away from the crowd. ജനക്കൂട്ടത്തിൽ നിന്ന് ഓടി, രക്ഷപ്പെട്ടു. ആര്? തീഫ്, കള്ളൻ. ലെസ്റ്റ് അല്ലെങ്കിൽ he should be attacked, അവൻ അറ്റാക്ക് ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ വേറെ നിയമമുണ്ട്, ലെസ്സിന് ശേഷം ഷുഡ് വരണം. ഈ സെൻറ്റൻസിൽ ലെസ്സിന് ശേഷം ഷുഡ് ഉണ്ടായിട്ടുണ്ട്. ലെസ്സിന് ശേഷം നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടിയിരിക്കുന്ന ഒരു വാക്കാണ് ഷുഡ്. ലെസ്സിന് ശേഷം ഷുഡ്, ലെസ്സിന് ശേഷം ഷുഡ്. അപ്പോൾ ഇവിടെ ദ തീഫ് ran away from the crowd, ലെസ്റ്റ് അല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്ന അർത്ഥം വരുന്ന ലെസ്റ്റ് ആണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. ലെസ്സിന് ശേഷം ഷുഡ് ഉണ്ടായിരിക്കണം. അതും ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ടുണ്ട്. ആയതിനാൽ ഫോർ തെറ്റാണ്, സിൻസ് തെറ്റാണ്, ഈഫ് തെറ്റാണ്. ലെസ്സിന് ശേഷം ഷുഡ് ഉണ്ടായിരിക്കണം. ലെസ്റ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ബി ആണ് റൈറ്റ് ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യനിയറിലെ അവസാനത്തെ ചോദ്യമാണിത്. 40ാമത്തെ ക്വസ്റ്റ്യൻ. സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ്? എ സ്കാറ്റർ ഓൺ ദ ഫ്ലോർ, ബി ഫിൽ ദ പ്ലേസ്, സി ടു സഫർ എ ഫാൾ, ആൻഡ് ഡി ടു റിവീൽ സീക്രട്ട് ഇൻഫർമേഷൻ. ശരിയായിട്ടുള്ള ഉത്തരം ടു റിവീൽ സീക്രട്ട് ഇൻഫർമേഷൻ എന്നതാണ്. ആയതിനാൽ ഡി ആണ് റൈറ്റ് ഓപ്ഷൻ.